വിധികർത്താക്കളെ, അധ്യാപകരെ, മാതാപിതാക്കളെ, എന്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വ തിരുനാളിനോടനുബന്ധിച്ച് മതബോധന വിദ്യാർത്ഥികളുടെ ടാബ്ലോ മത്സരത്തിൽ ഞങ്ങളും വിനയപൂർവ്വം അവതരിപ്പിക്കുന്ന ടാബ്ലോയ്ക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഉദ്ധിതനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ 12 സ്ലീഹന്മാരിൽ ഒരാളായിരുന്നു വിശുദ്ധ തോമാസ് ശ്ലീഹ. സംശയിക്കുന്ന തോമ എന്ന പേരിലാണ് അദ്ദേഹം പലപ്പോഴും അറിയപ്പെടുന്നത്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ഈശോയെ നേരിൽ കണ്ടപ്പോൾ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന വിശ്വാസത്തിന്റെ ഏറ്റവും മനോഹരമായ ഏറ്റുപറച്ചിൽ നടത്തിയതും ഈ സ്ലീഹയായിരുന്നു. അന്നു മുതൽ സംശയത്തെ വിശ്വാസമാക്കി മാറ്റിയ സ്ലീഹയായ അദ്ദേഹം ലോകത്തിന് മാതൃകയായി. സ്വർഗാരോഹണത്തിന് മുൻപ് കർത്താവ് തന്റെ സ്ലീഹന്മാരോട് ഇപ്രകാരം അരുളി ചെയ്തു: നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും ഈ ദൈവവിളിക്ക് അനുസരണയോടെ വിശുദ്ധ തോമാസ് ശ്ലീഹ ദീർഘമായ കടൽ യാത്ര നടത്തി കേരളത്തിലെ പുരാതന തുറമുഖമായ മുസിരീസിൽ AD 52 കപ്പലിറങ്ങി. സാധാരണ ഭാരതീയ ജനങ്ങളുടെ നടുവിലേക്ക് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും രക്ഷയുടെയും സുവിശേഷം എത്തിച്ച സ്ലീഹയുടെ വരവാണ് ഈ ദൃശ്യം ചിത്രീകരിക്കുന്നത്. കേരളത്തിന്റെ മണ്ണിൽ സുവിശേഷത്തിന്റെ ആദ്യ വിത്ത് വിതച്ചത് വിശുദ്ധ മാർ തോമാസ് ശ്ലീഹയാണ്. അനേകം പേരെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് നയിക്കുകയും സഭാ സമൂഹങ്ങൾ സ്ഥാപിക്കുകയും വിശ്വാസത്തിന്റെ ദീപം തലമുറകളിലേക്ക് കൈമാറുകയും ചെയ്തു. ഒടുവിൽ ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവൻ സമർപ്പിച്ച് രക്തസാക്ഷിത്വത്തിന്റെ കിരീടവും അദ്ദേഹം നേടി. പ്രിയരെ, വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് സംശയങ്ങളെ വിശ്വാസമാക്കുവാനും വിശ്വാസത്തെ സാക്ഷ്യമാക്കുവാനും സാക്ഷ്യത്തെ ജീവിതമാക്കുവാനുമാണ്. ഇന്ന് നാമും നമ്മുടെ കുടുംബത്തിലും വിദ്യാലയത്തിലും സമൂഹത്തിലും സ്നേഹത്തിലൂടെയും കരുണയിലൂടെയും സത്യസന്ധതയിലൂടെയും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധ തോമാസ് ശ്ലീഹായെ പോലെ വിശ്വാസത്തിൽ ഉറച്ചുനിന്ന് സുവിശേഷത്തിന്റെ ധീരസാക്ഷികളായി നമുക്കും മാറാം. ജയ് ക്രൈസ്റ്റ്.